Introduction to SPSS. SPSS provides an environment for statistical analysis in a graphical user interface. SPSS interface is very similar to the Excel or any spreadsheet program. SPSS uses menus and dialog boxes to perform each task. Most of the tasks could be done by mouse click. അപ്പോൾ SPSS എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്താനുള്ളൊരു എൻവയോൺമെൻറ്റാണ് SPSS നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അത് ഏതിനെ പോലെയാണ്, സാധാരണ എക്സലിനെ പോലും അതുപോലെ തന്നെ എന്താണ് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമിനെ പോലെ ഇത് എക്സലിനെ പോലെ തന്നെ ഇരിക്കുന്നു. ഇതിൻ്റെ ഇൻ്റർഫേസ് ഇത് റോയും കോളമൊക്കെ വെച്ചിട്ടുള്ളത് തന്നെയാണ്. ഇതിനകത്ത് മെനൂസും ഡയലോഗ് ബോക്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മിക്ക ടാസ്കും നമ്മൾ ചെയ്യണത് മൗസ് ക്ലിക്ക് ചെയ്തിട്ടാണെന്ന്. നെക്സ്റ്റ്, ലോഞ്ചിങ് SPSS could be launched by clicking Programs IBM SPSS. അപ്പോൾ നമ്മൾ പ്രോഗ്രാംസിൽ IBM SPSS പറഞ്ഞെടുക്കുമ്പോൾ SPSS ലോഞ്ച് ചെയ്ത് വരുന്നു. ആഫ്റ്റർ ലോഞ്ചിങ് SPSS ബൈ ഡിഫോൾട്ട് ദ സ്റ്റാർട്ടപ്പ് വിൻഡോ വിൽ ബി ആസ് ഫോളോസ് ഇൻ ഫിഗർ. അതായത് അപ്പോൾ ആദ്യം തന്നെ എന്താണ്, ഒരു സ്റ്റാർട്ടപ്പ് വിൻഡോ വരും. പിന്നെ മെനു ബാർ, ടൂൾ ബാർ, ഡാറ്റ വ്യൂ ആൻഡ് വേരിയബിൾ വ്യൂ ആർ ദ ഇമ്പോർട്ടൻറ്റ് കമ്പണൻസ് ഓഫ് SPSS ഇൻ്റർഫേസ്. അപ്പോൾ ഈ SPSS ഇൻ്റർഫേസിൻ്റെ മെയിൻ ആയിട്ടുള്ള കമ്പണൻ്റാണ് മെനു ബാറ്, ടൂൾ ബാറ്, ഡാറ്റ വ്യൂ, വേരിയബിൾ വ്യൂ. അപ്പോൾ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് എന്താണ് മെനു ബാറ്, ടൂൾ ബാർ, ദെൻ ഡാറ്റ വ്യൂ, വേരിയബിൾ വ്യൂ. അങ്ങനത്തെ 4 കമ്പണൻസ് ആണ് മെയിനായിട്ട് വരുന്നതെന്ന്. നെക്സ്റ്റ് പറഞ്ഞാക്കുന്നത് എന്താണ് മെനു ബാർ എന്ന്. ദ മെനു ബാർ ഈസ് ദ ടോപ്പ് മോസ്റ്റ് ബാർ ഇൻ ദ SPSS ഇൻ്റർഫേസ്. This is similar to menu bar of the other software. Menu bar has access to all the tools that the software offers. There are differences in options between different versions of SPSS. The most common and relevant options are explained below. അപ്പോൾ മെനു ബാർ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ആദ്യം തന്നെ അറിയ പൊസിഷനാണ് പറയണത്. ഏറ്റവും ടോപ്പിൽ, സ്ക്രീനിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് മെനു ബാർ. ഇതെന്താണ്, ഇത് സാധാരണ എല്ലാ സോഫ്റ്റ്വെയർസിനെ പോലെയാണ് ഇതിൻ്റെ മെനു ബാർ. ഇതിൻ്റെ യൂസ് എന്താണ്, അതായത് നമ്മൾക്ക് ആ സോഫ്റ്റ്വെയർ ഓഫർ ചെയ്യുന്ന എല്ലാ ടൂൾസും എന്താണ് നമുക്ക് ഈ മെനു ബാറിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ പറഞ്ഞാക്കുന്നത് ഈ SPSSൻ്റെ പല വേർഷൻ ഉണ്ട്. ആ ഓരോ വേർഷനിലും എന്താണ് ചില ഓപ്ഷൻസ് എന്താണ് വ്യത്യാസം വരുമെന്ന്. ദർ ആർ ഡിഫറൻസസ് ഇൻ ഓപ്ഷൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് SPSS. ഇപ്പോൾ SPSSൻ്റെ എന്താണ് 16 തുടങ്ങിയ ഓരോരോ വേർഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് മെനുവിലൊക്കെ ചില ഓപ്ഷൻസൊക്കെ ചില വ്യത്യാസം വരുമെന്ന്. ദ മോസ്റ്റ് കോമൺ ആൻഡ് റിലവൻറ്റ് ഓപ്ഷൻസ് ആർ എക്സ്പ്ലെയിൻ ബിലോ. അതായത് കോമൺ ആയിട്ടുള്ള ഓപ്ഷൻസാണ് താഴെ പറയണമെന്ന്. ഫസ്റ്റ്, ഫയൽ. This is the first option in the menu. Like all other software, this menu allows the user to open existing file, create new ones, and print or save any output that was generated. Instead of using file open menu, user can use file recently used data and recently used file as quick access. അപ്പോൾ ഇവിടെ നോക്കി ഈ ഫയൽ, അത് സാധാരണ നമ്മൾ ഫയൽ മെനു വേറെ സോഫ്റ്റ്വെയർസിലൊക്കെ കാണാറുണ്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെയും എന്താണ് ഫസ്റ്റ് ഓപ്ഷനാണ്, ഫസ്റ്റ് മെനു ആണ് ഫയൽ മെനു. പിന്നെ പറഞ്ഞാക്കുന്നത് നമ്മൾ എന്താണ് ഫയൽ മെനുവിൽ കാണുന്നത് ഓപ്പൺ, അതായത് ന്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ദെൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട്, പ്രിൻറ്റ് ചെയ്യാൻ, സേവ് ചെയ്യാൻ, ഇതൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ പറയേണ്ട ഫയലിൽ ഓപ്പൺ മെനുവിന് പകരം നമുക്ക് യൂസർക്ക് എന്ത് ചെയ്യാമെന്ന്, ഫയൽ റീസെൻ്റ്ലി യൂസ്ഡ് ഡാറ്റ അല്ലെങ്കിൽ റീസെൻ്റ്ലി യൂസ്ഡ് ഫയൽ ഓപ്ഷൻ എടുക്കാൻ നമുക്ക് ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി ഫയൽ ഓപ്പൺ മെനുവിന് പകരം എന്താണ് റീസെൻ്റ്ലി യൂസ്ഡ് ഡാറ്റ ആൻഡ് റീസെൻ്റ്ലി യൂസ്ഡ് ഫയൽ എന്ന് കൊടുക്കാമെന്ന്. അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണ്, ഫയൽ മെനു എന്ന് വെച്ചാൽ ഫസ്റ്റ് മെനു ആണ്. പുതിയത് ഓപ്പൺ ചെയ്യാൻ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഓപ്പൺ ചെയ്യാൻ, അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യാൻ, സേവ് ചെയ്യാനൊക്കെയാണ് എന്ത് ഫയൽ മെനു യൂസ് ചെയ്യുന്നത്. അത്രയും പറഞ്ഞാൽ മതി. രണ്ടാമത്തത് എഡിറ്റ് മെനു. എഡിറ്റ് മെനുവും എന്താണ് ഒരു പറയേണ്ടത് വേർഡ് പ്രൊസസ്സറിനെ പോലെ, അതായത് മറ്റ് സോഫ്റ്റ്വെയറിനെ പോലെ തന്നെയാണ് ഈ SPSSൻ്റെയും എഡിറ്റ് മെനു വരുന്നത്. എന്താണ് അതിനകത്ത് എന്തൊക്കെ ഓപ്ഷനാണുള്ളത്, അൺഡു, റീഡു, അതുപോലെ തന്നെ കട്ട് കോപ്പി പേസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ കട്ട് കോപ്പി പേസ്റ്റ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു ടെക്സ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് എന്താണ് വേറെ സ്ഥലത്തേക്ക് എന്താണ് മൂവ് ചെയ്യിക്കാനാണ് കട്ട് കോപ്പി പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ ഫൈൻഡ് ആൻഡ് ഗോ ടു കേസ് allows the user to locate a particular data or case which is useful when size of the data is very large. അപ്പോൾ എന്താണ്, അതായത് ഡാറ്റ ഒത്തിരി വളരെ എന്താണ്
ലാർജ് ആയിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫയൽ ഫൈൻഡ് ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഫൈൻഡും അതുപോലെ തന്നെ ഗോ ടു കേസ് എന്നുള്ള ഓപ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. മൂന്നാമത്തേത് മെനു എന്താണ്? വ്യൂ മെനു. തേർഡ് വൺ, ദ വ്യൂ മെനു ഡീൽസ് വിത്ത് ദ വിഷ്വൽ ആസ്പെക്ട്സ് ഓഫ് SPSS. അതായത് ഈ SPSSൻ്റെ ആ വിൻഡോയിൽ എന്തൊക്കെ കാണണം, അതുപോലെ ഏതൊക്കെ ഓപ്ഷൻസ് വേണം വേണ്ടാന്ന് തീരുമാനിക്കുന്നത് വ്യൂ മെനു ആണ്. വ്യൂ മെനു ഹാസ് ദ സെറ്റിംഗ്സ് ഫോർ വിച്ച് ടൂൾ ബാർസ് ആർ ടു ബി ഡിസ്പ്ലേഡ്, വിച്ച് ഫോൺസ് ആർ യൂസ്ഡ്, വെദർ ടു ഡിസ്പ്ലേ ഗ്രിഡ് ലൈൻസ് ഓർ വെദർ ടു ഷോ വാല്യൂ ലേബിൾസ് ഫോർ ദ വേരിയബിൾ എക്സെട്ര. അതായത് വ്യൂ മെനു പറയേണ്ടത് വ്യൂ മെനുവിലെ സെറ്റിങ്സിൽ നിന്നാണ് നമുക്ക് തീരുമാനിക്കുന്നത് ഏതൊക്കെ ടൂൾ ബാർ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ ഏത് ഫോണ്ട് യൂസ് ചെയ്യണം, അതുപോലെ ഗ്രിഡ് ലൈൻസ്, എക്സലിൽ ഇങ്ങനെ ഓരോ ലൈൻസില്ല റോയും കോളും ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടില്ലേ, ആ ഗ്രിഡ് ലൈൻസ് വേണോ, അതുപോലെ തന്നെ വാല്യൂ ലേബിൾസ് വേണോ എന്നൊക്കെ കാണിക്കുന്നത് എന്താണ്, അതെല്ലാവരും സെറ്റ് ചെയ്താക്കുന്ന വ്യൂ ബാറിലാണ് നമുക്ക് മാറ്റി വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ദ ലാസ്റ്റ് ഓപ്ഷൻ ഇൻ ദിസ് മെനു ഈസ് വേരിയബിൾ, which is an alternative way of accessing variable view. അപ്പോൾ ഈ വ്യൂ ബാറുള്ള ഏറ്റവും ലാസ്റ്റത്തെ മെനു എന്താണ്? വേരിയബിൾ എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്. അത് എന്തിനാണ് യൂസ് ചെയ്യണത്? അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് SPSSൻ്റെ കമ്പണൻറ്റ് പഠിച്ചപ്പോൾ മെയിനായിട്ട് പഠിച്ചതാണ് മെനു ബാറ്, ടൂൾ ബാറ്, ഡാറ്റ വ്യൂ, വേരിയബിൾ വ്യൂ. അപ്പോൾ വേരിയബിൾ വ്യൂവിനെ കുറിച്ച് പഠിച്ചു. ആ വേരിയബിൾ വ്യൂവിലേക്ക് എന്താണ് വേരിയബിൾ വ്യൂവിലേക്ക് പോകാൻ, ആ വേരിയബിൾ വ്യൂ എന്നുള്ള ഓപ്ഷൻ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് വേയും ഇതിനകത്തുണ്ട്, വ്യൂ മെനുവിൽ ഉണ്ടെന്നാണ് പറഞ്ഞാക്കണമെന്ന്. ഇനി നെക്സ്റ്റ് ഡാറ്റ. ദിസ് മെനു അലൗസ് ദ യൂസർ ടു ഓർഗനൈസ് ദ ഡാറ്റ. അതായത് ഡാറ്റ ഓർഗനൈസേഷനാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഡ്യൂറിങ് ഡാറ്റ എൻട്രി എ പർട്ടിക്കുലർ കേസ് മേ ബി എൻറ്റേർഡ് ട്വൈസ് ബൈ മിസ്റ്റേക്ക്. ദിസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് യൂസിങ് ഐഡൻറ്റിഫൈ ഡ്യൂപ്ലിക്കേറ്റ് കേസസ്. നമ്മളെന്താണ് ഒരു ഡാറ്റ തന്നെ 2 പ്രാവശ്യം എൻട്രി ചെയ്ത് പോയി. അപ്പോൾ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ ഒത്തിരി ഡാറ്റാസ് നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കാം. മാറി ഒരെണ്ണം തന്നെ വീണ്ടും ടൈപ്പ് ചെയ്തെന്നിരിക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് അത് ചെക്ക് ചെയ്യുമ്പോൾ ഐഡൻറ്റിഫൈ ഡ്യൂപ്ലിക്കേറ്റ് കേസസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്ത് കാണിച്ചു തരും. അതുപോലെ തന്നെ ഡാറ്റ ക്യാൻ ബി സോർട്ടഡ് യൂസിങ് സോർട്ട് കേസ് ഇൻ ദ ഡാറ്റ സെറ്റ്. അതുപോലെ തന്നെ സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോർട്ടിൻ്റെ ഓപ്ഷൻ അവിടെയുണ്ട്. ട്രാൻസ്പോസ് ഓപ്ഷൻ അലൗസ് ടു ചേഞ്ച് റോസ് ഇൻ ടു കോളംസ് ആൻഡ് കോളംസ് ഇൻ ടു റോ. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഡാറ്റയിലുണ്ട്. അത് റോയിനെ കോളമാക്കാനും കോളത്തെ റോയും ആക്കാനുമാണ്. ദെൻ മെർജ് ഓപ്ഷൻസ്, അത് നമുക്കറിയാം ഡാറ്റനെ കമ്പൈൻ ചെയ്യാൻ മെർജ് യൂസ് ചെയ്യുന്നു. ദെൻ സ്പ്ലിറ്റ് ഫയൽ എന്ന് വെച്ചാൽ സെപ്പറേറ്റ് യുവർ ഡാറ്റ ഇൻ ടു ഗ്രൂപ്പ്. അതായത് നമ്മളുടെ ഡാറ്റനെ ഗ്രൂപ്പായിട്ട് വീണ്ടും നമ്മളുടെ ഫയലിനെ അതായത് സെല്ലിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സ്പ്ലിറ്റ് ഫയൽ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നു. കോപ്പി ഡാറ്റ സെറ്റ് ക്യാൻ മേക്ക് ദ ഐഡൻറ്റിക്കൽ കോപ്പി ഓഫ് യുവർ ഡാറ്റ. നമ്മളുടെ ഡാറ്റ സെറ്റിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പി ഡാറ്റ സെറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പം ഡാറ്റയിലുള്ളത് ഐഡൻറ്റിഫൈ ഡ്യൂപ്ലിക്കേറ്റ് കേസ്. അപ്പോൾ മെയിനായിട്ട് പറയണത് ഡാറ്റ ഓർഗനൈസ് ചെയ്യാനാണ്. അതിനകത്തുള്ള ഓരോ ഓപ്ഷൻസ് മാത്രം ഓർത്ത് വയ്ക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ദെൻ സോർട്ട് ചെയ്യുക, മെർജ് ചെയ്യുക, ഫയലിനെ സ്പ്ലിറ്റ് ചെയ്യുക, കോപ്പി ക്രിയേറ്റ് ചെയ്യുക, കോപ്പി ഡാറ്റ സെറ്റ്. ഫിഫ്ത്ത് മെനു ട്രാൻസ്ഫോം. ട്രാൻസ്ഫോം മെനു അലൗസ് ദ യൂസർ ടു ട്രാൻസ്ഫോം ഓർ മാനിപ്പുലേറ്റ് ഡാറ്റ. അതായത് ഡാറ്റേനെ ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷനാണ് ട്രാൻസ്ഫോം മെനുവിലുള്ളത്. Some of the commonly used options in the transform menus are explained below. The record option allows you to change the value of specific variable. അതായത് ഈ ട്രാൻസ്ഫോമിൽ മെയിനായിട്ട് വന്ന 2 ഓപ്ഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരെണ്ണം റീകോഡും രണ്ടാമത്തേത് കമ്പ്യൂട്ടും. ഇപ്പോൾ റീകോഡ് എന്താണെന്ന് നോക്കാം. ചില വേരിയബിൾസിൻ്റെ വാല്യൂസിൽ ചേഞ്ച് വരുത്താൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇഫ് ഇൻ എ സ്റ്റഡി ബേസ്ഡ് ഓഫ് ജെൻഡർ റെസ്പോൺസ് ഡാറ്റ വാസ് എൻറ്റേർഡ് ആസ് മെയിൽ 1 ആൻഡ് ഫീമെയിൽ 2. അപ്പോൾ നമ്മൾ ഈ SPSSൽ ജെൻഡർ എന്നുള്ള ഓപ്ഷനിൽ മെയിലും ഫീമെയിലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് മെയിലിന് 1ഉം ഫീമെയിലിന് 2ഓ അല്ലെങ്കിൽ ഫീമെയിലിന് 1ഉം മെയിലിന് 2 എന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞാക്കണത് ഇവർ ആദ്യം എന്ത് ചെയ്തു, മെയിലിന് 1 എന്നുള്ള കോഡ് കൊടുത്തു, ഫീമെയിലിന് 2 എന്നുള്ള കോഡ് കൊടുത്തു. ഇഫ് ദ യൂസർ വാണ്ട് ടു ട്രാൻസ്ഫോം ഇറ്റ് ആസ് ഫീമെയിൽ 1 ആൻഡ് മെയിൽ 2, പിന്നെ യൂസർക്ക് തോന്നിയാണ്
ഫീമെയിലിന് 1ഉം മെയിലിന് 2 എന്ന് കൊടുക്കാമെന്ന്. അപ്പോൾ അതിന് എന്താ യൂസ് ചെയ്യേണ്ടത്? റീകോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ കമ്പ്യൂട്ടാണ് നെക്സ്റ്റ് വന്നത്. കമ്പ്യൂട്ട് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാനാണ് കമ്പ്യൂട്ട് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് എക്സിസ്റ്റിംഗ് വേരിയബിളിൽ നിന്നിട്ട് പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ. ഇവിടെ എക്സാമ്പിൾ പറയേണ്ട, യൂസർ വാണ്ട് ടു ക്രിയേറ്റ് എ വേരിയബിൾ നെയിംഡ് ആവറേജ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ മാർക്സ് ഓഫ് 5 ടെസ്റ്റ്. അതായത് എന്താണ്, കുറച്ച് സ്റ്റുഡൻസിൻ്റെ 5 മാർക്സാണ് എൻ്റർ ചെയ്താക്കുന്നത്. അതായത് 5 ടെസ്റ്റുകളുടെ മാർക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്ക് 1 മാർക്ക് 2 എന്നൊക്കെ പറഞ്ഞ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവറേജ് കാണുന്നുണ്ടെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞൊരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? കമ്പ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ട് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ, എക്സിസ്റ്റിംഗ് വേരിയബിളിനെ ബേസ് ചെയ്തിട്ട് പുതിയ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാനാണ് കമ്പ്യൂട്ട് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. റീകോഡ് എന്ന് വെച്ചാൽ കോഡ് നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട്, അതിൻ്റെ വാല്യൂ മാറ്റി കൊടുക്കാൻ. എക്സാമ്പിൾ മെയിൽ 1 ഫീമെയിൽ 2 എന്നുള്ളത് തിരിച്ചാക്കി കൊടുക്കാൻ. നെക്സ്റ്റ് അനലൈസ്. ദിസ് ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെനു ആണ്. ദിസ് കണ്ടെയ്ൻസ് ഓൾ ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്ഷൻസ് ആൻഡ് ടെസ്റ്റ്. അതായത് ഇതിനകത്താണ് ഒരു മിക്ക സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളുള്ളത്. അതായത് എക്സാമ്പിൾ പറയുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആർ കാറ്റഗറൈസ്ഡ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പയർ മീൻസ്, ജനറൽ ലീനിയർ മോഡൽ, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, അതുപോലെ തന്നെ മെഷർ സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, കോറിലേഷൻ, റിഗ്രഷൻസ്. ഇതെല്ലാവരും എന്താണ്? അനലൈസ് എന്നുള്ള മെനുവിലാണെന്ന്. അപ്പോൾ അനലൈസ് എന്നുള്ള മെനു ഓർക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെനു, ഒരു മിക്ക സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളും ഇതിനകത്തുള്ളതാണ്. ഏതെങ്കിലും കുറച്ചെണ്ണത്തിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക. ദെൻ ഗ്രാഫ്. Graphs help to present the data in visual form which will help the user to understand the data better. അപ്പോൾ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഡാറ്റേനെ വിഷ്വൽ ഫോമിൽ എന്താണ് അറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ യൂസർക്ക് പെട്ടെന്നും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഡാറ്റേനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ഒരു ടേബിളായിട്ട് അല്ലെങ്കിൽ പാരഗ്രാഫായിട്ടൊക്കെ എഴുതിയാൽ അത് വായിച്ച് നോക്കണം. അതേസമയം ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ ഇതിലും കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡാറ്റനെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വിഷ്വലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. ഗ്രാഫ് മെനു അലൗസ് ദ യൂസർ ടു പ്രിപ്പയർ ഗ്രാഫ്, ചാർട്ട് എക്സെട്ര. ഈ ഗ്രാഫ് മെനു വെച്ചിട്ട് നമുക്ക് ഗ്രാഫും ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി ഒരു ലെഗസി ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ബേസിക് ആയിട്ടുള്ള, അതുപോലെ തന്നെ സിമ്പിൾ ഗ്രാഫ്, ഈസി ടു യൂസ് മാനറിലുള്ള സിമ്പിൾ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, ദെൻ പൈ ചാർട്ട്, അതുപോലെ ഒരു ബോക്സ് പ്ലോട്ട്, സ്കാറ്റേർഡ് ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം, ഇതെല്ലാനും ഈ ഗ്രാഫ് എന്ന് പറഞ്ഞ മെനുവിൽ ഉള്ളതാണെന്ന്. ഇനി രണ്ടാമത്തേതാണ് ടൂൾ ബാർ. അപ്പോൾ ടൂൾ ബാർ നമുക്കറിയാം എന്താണ്. ടൂൾ ബാറിൽ ഇവിടെ പറയേണ്ടത്, ടൂൾ ബാർ ഈസ് ദ ഓപ്ഷൻ ദാറ്റ് ബിലോ ദ മെനു ബാറിൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ് ടൂൾ ബാർ. ദിസ് കണ്ടെയ്ൻ ഷോർട്ട് കട്ട്സ് ടു ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഓപ്ഷൻ ഇൻ SPSS. അതായത് ഈ SPSSൽ നമ്മൾ ഏറ്റവും കൂടുതലായി യൂസ് ചെയ്യുന്ന ഓപ്ഷനുകളുടെ ഷോർട്ട് കട്ടാണ് ഈ ടൂൾ ബാറിലുള്ളതെന്ന്. അതെന്താണ്? നമുക്കറിയാം മെനു ബാറും ടൂൾ ബാറും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം മെനു ബാറിൽ ഫയൽ മെനു എടുത്തിട്ട് ഫയൽ മെനുവിലാണ് പുതിയത് ക്രിയേറ്റ് ന്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ഫയൽ ഉണ്ട്, പ്രിൻ്റ് ഫയൽ ഉണ്ട്, സേവ് ഫയൽ ഉണ്ട്. ഇതെല്ലാത്തിൻ്റെയും ഐക്കൺ ഈ ടൂൾ ബാറിലുണ്ടാകും. അതായത് ഫയൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഓപ്പൺ ചെയ്യാൻ, പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ, സേവ് ചെയ്യാനുള്ള ഒരു ഐക്കൺ ഉണ്ടാകും. ദെൻ പ്രിൻ്റ് ചെയ്യാനുള്ള പ്രിൻ്ററിൻ്റെയും ഐക്കൺ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷനുകളെ മെനു ബാറിൽ നിന്ന് എടുക്കണേലും കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഓരോ ഐക്കണായിട്ട് സെറ്റ് ചെയ്താക്കണതാണ് ടൂൾ ബാറിൽ. അപ്പോൾ അതാണ് ടൂൾ ബാർ. ദെൻ ഓപ്ഷൻസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. അപ്പോൾ ഈ ടൂൾ ബാറിൽ കാണുന്ന ഓരോ ഓപ്ഷൻസ് ആണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് വരെയുള്ള. ഓപ്പൺ ഫയൽ, ഒന്നാമത്തേത് ഫയൽ ഓപ്പൺ ചെയ്യാൻ. സെക്കൻഡ് വൺ സേവ് ഫയൽ. നെക്സ്റ്റ് പ്രിൻറ്റ്, റീകോൾ ദ ലാസ്റ്റ് യൂസർ ഡയലോഗ്. തേർഡ് അൺഡു, then redo, go to a particular case, go to a particular variable list, running descriptive statistics, find, insert cases, insert variable, split file, wait case, select case, value labels, use variable set, show all variables, spell check. ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മളുടെ ടൂൾ ബാറിൽ ഉള്ളത്.
അപ്പോൾ ടൂൾ ബാറിൽ ഇത് മൊത്തത്തിൽ പഠിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം ഓപ്ഷൻസ് ടൂൾ ബാറിൽ നിന്ന് പഠിച്ചു വയ്ക്കുക. ടൂൾ ബാർ എന്ന് വെച്ചാൽ എന്താണ്, മെനു ബാറിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് എൻ്റെ പൊസിഷൻ. ദെൻ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് ഓപ്ഷനുകൾ ഓരോ ഐക്കനായിട്ട് റെപ്രസെൻറ്റ് ചെയ്താക്കണം. എന്തിനു വേണ്ടി, ക്വിക്ക് ആക്സസിന് വേണ്ടി ഐക്കനായിട്ട് റെപ്രസെൻറ്റ് ചെയ്താക്കണതാണ് ടൂൾ ബാർ. അപ്പോൾ ഇത്രയുമാണ് എന്താണ് മെനു ബാറിലും ടൂൾ ബാറിലും വന്നത്.